26 ചെറുപ്പക്കാരുടെ ജീവിതം തുലഞ്ഞു ഒടുവിൽ വിജയ് വിമലും. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ വലിയൊരു സംഘം CPM പ്രവർത്തകർ തടയുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, EDയെ ഡയറക്റ്റ് ആക്രമിച്ച 25 പ്രതികള് ഒരു കാരണവശാലും കോടതി ജാമ്യം നൽകുന്നില്ല. 26-ാമനായി വന്നത് SFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലാണ്. വിജയ് വിമലിനെ കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിൽ കയറി വളരെ രഹസ്യമായി പുലർച്ചെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. ഇവിടെ ഉയരുന്നൊരു പ്രശ്നം, ഈ 25 പ്രതികൾക്ക് ജാമ്യം ഒരു കാരണവശാലും നൽകുന്നില്ല കോടതി. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. കോടതി പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റം കൂടിയാണ് EDയെ ആക്രമിച്ചത്. അതുകൊണ്ട് സമാനമായ കോടതി വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, പല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ് കോടതിയുടെ നിലപാട്. ഈ 5 പേരുടെ ജാമ്യ ഹർജി നേരത്തെ തന്നെ കോടതി തള്ളിയിരുന്നു. അതിലെ 20 പേരും സമാനമായ അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം പിടിയിലായ വിജയ് വിമൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലെ കോടതിയെ സമീപിച്ചത്. കാരണം വിജയ് വിമൽ ഉൾപ്പെട്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിട്ട് ആക്രമിച്ച കേസിലല്ല. നേരത്തെ 25 പേർ കിടക്കുന്നത് EDയെ നേരിട്ട് ആക്രമിച്ച കേസിലെ പ്രതികളാണ്. പക്ഷേ വിജയ് വിമലിനെ സംബന്ധിച്ച് EDയെ നേരിട്ട് ആക്രമിച്ചു എന്നുള്ളതല്ല കേസ്. EDയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ തടഞ്ഞു, ആ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസാണ് വിജയ്ക്ക് എതിരായിട്ടുള്ളത്. അതായത് പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള കേസാണ്. ഇത് വളരെ വേഗം ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ച് EDക്കെതിരെ ഡയറക്റ്റ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നത്. തനിക്കത് ബാധകമല്ല, താൻ EDയെ ഡയറക്റ്റായിട്ട് ആക്രമിച്ചില്ല, മറിച്ച് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ള വിജയ് വിമലിന്റെ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുകയാണ്. വിജയ് വിമലിനെയും ഇത്തരത്തിൽ കോടതി ജാമ്യം നൽകാതെ ജയിലിൽ തന്നെ അടയ്ക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ വിജയ് വിമലും റിമാൻഡിൽ പോയിരിക്കുന്നു. അദ്ദേഹം വലിയ പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് CPM കാണുന്നത്. SFIയുടെ ജില്ലാ പ്രസിഡന്റാണ്. അതേപോലെ തന്നെ മുൻ കേരള സർവകലാശാലയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ അംഗമാണ്. അങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല. കോടതി ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഇന്നലെ 2 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഒന്ന്, ഇത്തരക്കാരെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് കോടതിയുടെ ആദ്യത്തെ നിരീക്ഷണം. രണ്ടാമതായി കോടതി പറഞ്ഞത് വിജയ് വിമലിന്റെ കാര്യത്തിൽ, ഈ വിദ്യാർത്ഥിയായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരാളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ, വിദ്യാർത്ഥി നേതാവായിട്ടുള്ള ഇയാളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അതൊരു പ്രചോദനമാകും. എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ജാമ്യം ലഭിക്കും എന്നുള്ള ഒരു തെറ്റായ സന്ദേശം വിദ്യാർത്ഥികൾക്കിടയിലേക്കും പോകും. അതുകൊണ്ട് വിജയ് വിമലിനെ ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇതിന് സോളിഡായിട്ടുള്ള എവിഡൻസും ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ഇന്നലെ വാദിച്ചത്. ആ വാദവും കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ CPMനെ അലട്ടുന്നത് പാർട്ടിക്കകത്ത് നിന്നുള്ള ഒരു സമ്മർദ്ദമാണ്. പാർട്ടിക്കകത്ത് നിന്ന് ഉയരുന്ന ചില പ്രതിഷേധ ശബ്ദങ്ങളാണ്. അത് പരസ്യമായി ഉയരുന്നില്ലെങ്കിലും എല്ലാ സഖാക്കളുടെയും മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എന്തിനാണ് EDയെ ആക്രമിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയന് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ അവിടെ ന്യായീകരിക്കാൻ വകുപ്പുണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ കഴിഞ്ഞ 10-26 വർഷമായി CPMനെ നയിക്കുകയും തുടർഭരണം ഉണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ എത്തുകയും ചെയ്ത ആളാണ്. ഇപ്പോൾ അദ്ദേഹം പോൾ ബ്യൂറോ അംഗം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെയായിരുന്നു EDയുടെ കേസെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾക്കെതിരെയായിരുന്നു അന്വേഷണമെങ്കിൽ ഈ തടഞ്ഞതെല്ലാം ശരിയാകുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, പിണറായി വിജയന് എതിരായിട്ടുള്ള ഒരു പ്രതിരോധമല്ല പാർട്ടി തീർത്തത്, മറിച്ച് മകൾ വീണയ്ക്കെതിരായിട്ടുള്ള ഒരു
പ്രതിരോധമാണ് പാർട്ടി തീർത്തത്. അങ്ങനെയുള്ള ഒരു പ്രതിരോധം എന്തിനായിരുന്നു എന്നാണ് ഇപ്പോൾ സഖാക്കൾ പരസ്പരം ചോദിക്കുന്നത്. SFIയിലോ DYFIയിലോ CPMലോ അംഗമല്ലാത്ത, ഈ പാർട്ടിയുമായിട്ടൊന്നും ഈ സംഘടനകളുമായിട്ടൊന്നും കുലബന്ധം പോലും ഇല്ലാത്ത വീണയ്ക്ക് വേണ്ടി എന്തിനാണ് ഈ അറസ്റ്റ് വരിച്ചത്, EDയെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സഖാക്കളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കിടക്കുന്ന 26 പേർ, വിജയ് വിമൽ അടക്കമുള്ള 26 സഖാക്കൾ ജാമ്യം ലഭിക്കാതെ എന്നേക്കുമായി ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് CPMന്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. CPMലെ സാധാരണപ്പെട്ട സഖാക്കൾ പങ്കുവെക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തിനു വേണ്ടിയിട്ടാണ് വീണയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആക്രമം അഴിച്ചുവിട്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് വീണയ്ക്ക് വേണ്ടി ഇത്തരം സഖാക്കൾ ഈ സ്വന്തം ജീവിതം ബലി കഴിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് സഖാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ചോദ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് ആക്രമിച്ച നിരവധി കേസുകളുണ്ട്. ആ കേസുകളിൽപ്പെട്ട പ്രതികൾക്കൊന്നും ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല. പലരും ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജയിലറയ്ക്കുള്ളിൽ കിടക്കുകയാണ്. അതുപോലെ ഈ പറഞ്ഞ ഈ 25 ചെറുപ്പക്കാർക്കും അവരുടെ ജീവിതം ജയിലറയ്ക്കുള്ളിൽ അഴിയെണ്ണേണ്ടി വരുമോ, അല്ലെങ്കിൽ ജയിലറയ്ക്കുള്ളിൽ തീർക്കേണ്ടി വരുമോ എന്നുള്ള ഒരു വലിയ ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യമാണ് CPMനുള്ളിൽ പുകയുന്നത്. കാരണം വീണയ്ക്ക് വേണ്ടി, പാർട്ടിയുടെ ആരുമല്ലാത്ത, പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത വീണയ്ക്ക് വേണ്ടി ഇങ്ങനെ പാർട്ടി സഖാക്കൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. രാജ്യദ്രോഹ കുറ്റം, അതേപോലെ തന്നെ സായുധ കലാപം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയുള്ള പിന്നെ ആ ഒരു വകുപ്പ്, അതേപോലെ അവരെ കല്ലും വടികളും കൊണ്ട് ആക്രമിച്ചു എന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള നിരവധി വകുപ്പുകൾ ചേർത്തിട്ടുള്ള ആണ് ഈ 26 പ്രതികൾക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിലെ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു കേസാണ് ഈ പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള വിജയ് വിമലിന്റെ കേസ്. അതിനെപ്പോലും കോടതി അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും, അവരുടെ ഭാവി? EDയെ നേരിട്ട് ആക്രമിച്ച 25 സഖാക്കളുടെ ഭാവി എന്താകും എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. പഴയതുപോലെ ഇതിനെല്ലാം കൂടെ കണ്ണടച്ച് അനുകൂലിക്കാനുള്ള സഖാക്കളുടെ ആ ഒരു വീര്യമൊക്കെ പോയി. കാരണം വീണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ കിടക്കുന്നത് എന്ന് മാത്രമല്ല, പാർട്ടി കമ്മിറ്റികളിൽ കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്നുള്ള നിലയിൽ സഖാക്കൾ പല ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും അടക്കം വിമർശനം ഉന്നയിക്കുകയും അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. LDF തോറ്റപ്പോൾ സഖാക്കൾ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ UDFന് അനുകൂലമായിട്ട് എന്തെങ്കിലും തരംഗം ഉണ്ടായിരുന്നില്ല, മറിച്ച് പിണറായി വിജയന് എതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, പാർട്ടി സഖാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതാണ് തിരിച്ചടിയായത് എന്നുള്ള നിലപാടിലേക്ക് വരെ പാർട്ടി സഖാക്കൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു പാർട്ടി സഖാക്കളുടെ ആ ഒരു മാനസിക അവസ്ഥയിലേക്കാണ് വീണയ്ക്ക് വേണ്ടി എന്തിനാണ് പ്രതിരോധിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമായിട്ട് CPM സഖാക്കൾ അയച്ച ഒരു സന്ദേശത്തിൻ്റെ ഫലമായിട്ട് അവിടുന്ന് ഇവിടുന്നും ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ആറ്റിങ്ങിൽ നിന്നും അഞ്ചുതെങ്ങിൽ നിന്നും ഒക്കെ വണ്ടി കയറി വന്ന സഖാക്കളാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറം ലോകം കാണാനാവാതെ ജയിലറയിൽ കിടക്കുന്നത്. അവർക്ക് മോചനമുണ്ടാകുമോ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ടുള്ള പാർട്ടി സഖാക്കൾ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ കിടക്കുന്നത്? പിണറായി വിജയന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ ന്യായീകരിക്കാം. പക്ഷെ വീണയ്ക്ക് വേണ്ടി ഇങ്ങനെ ജയിലറയ്ക്കുള്ളിൽ ഈ ചെറുപ്പക്കാർ ജീവിതം തുലയ്ക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് പാർട്ടി സഖാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത്. ആകെ പ്രതീക്ഷ ഈ പോലീസുകാരെ ആക്രമിച്ച കേസിൽ വിജയ് വിമലിന് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു. അതും ഇല്ലാതായിരിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പാർട്ടി സഖാക്കൾ വീണ്ടും വീണ്ടും ഈ കേസിൽപ്പെട്ട് ജയിലറയ്ക്കുള്ളിലേക്ക് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലാണ് ഈ കേസിൻ്റെ ഗതി. ഇപ്പോൾ SITയെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് NIA വന്നിട്ട് ഈ കേസ് ഏറ്റെടുക്കുകയും അന്വേഷിക്കുകയും കൂടുതൽ പ്രതികൾ ഇക്കാര്യത്തിൽ ജയിലിലാവുകയും ചെയ്യും. അവരുടെ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.